അച്ഛൻ നമ്മുടെ നാടിന് എന്നാ പറ്റിയെന്ന് ഞാൻ ചോദിച്ചു. എന്നാ പറ്റിയെന്ന്? അച്ഛൻ വാർത്തയൊന്നും കാണാറില്ലേ? ഞാൻ പറഞ്ഞു വാർത്ത കാണാറുണ്ട്. അല്ല അച്ഛ, അമ്മയെ കൊന്ന മകൻ പോലീസ് പിടിച്ചു കഴിഞ്ഞപ്പോൾ പറയാ ജനിപ്പിച്ചതിനുള്ള ശിക്ഷയെന്ന്. ചെറുപ്പക്കാരനായ ഒരു മനുഷ്യൻ അയൽവക്കക്കാരൻ 4 പേരെ വെട്ടി തലങ്ങും വലങ്ങും കൊലപ്പെടുത്തിയിട്ട് കൂളായിട്ട് നടന്നു പോവാ. വഞ്ചിച്ചുള്ള കൊലപാതകങ്ങളുടെ എണ്ണം കൂടുന്നു. അച്ഛൻ ഈ നാട്ടിലൊന്നല്ല ജീവിക്കണേ. അച്ഛൻ ഈ TV തുറന്നു നോക്കി, കംപ്ലീറ്റ് ഈ ടൈപ്പ് വാർത്തകളാ. ഈ നാടിന് എന്താ പറ്റിയച്ചാ? ഞാൻ ആ ചേട്ടനോട് ചോദിച്ചേ, ചേട്ടാ ഈ നാടിന് എന്താ പറ്റിയെന്നല്ല ചോദിക്കണ്ടേ, നമുക്കെന്താ പറ്റിയെന്നാ ചോദിക്കണ്ടേ. ചേട്ടനും ഞാനും ഇതിൻ്റെ ഉള്ളിലുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഒരു വലിയ പ്രശ്നം, ആ ചേട്ടൻ പറഞ്ഞ പ്രശ്നം തന്നെയാ, നെഗറ്റീവ് വാർത്തകൾ കൂടാണ്. സത്യത്തിൽ നെഗറ്റീവ് വാർത്തകൾ കൂടുന്നതാണോ, അതോ പോസിറ്റീവ് വാർത്തകൾ പ്രൊജക്റ്റ് ചെയ്യപ്പെടാത്തതാണോ, അതോ നമ്മൾ പോസിറ്റീവായിട്ട് വാർത്തകൾ ഉണ്ടാക്കാതിരിക്കുന്നതാണോ? ഞാനേ കൊച്ചച്ഛനായിരിക്കുന്ന സമയത്ത്, പട്ടം കിട്ടിക്കഴിഞ്ഞ സമയത്ത് എൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥന എന്തായിരുന്നു അറിയോ? കർത്താവേ, കേരളം മൊത്തം എന്നെ കൊണ്ട് മാറ്റിപ്പിക്കണമേ. ഭയങ്കര തീഷ്ണതയായിരുന്നു. അപ്പം എൻ്റെ വിചാരം കേരളത്തെ മൊത്തം മാനസാന്തരപ്പെടുത്തുവാൻ എന്നെ ഉപയോഗിക്കണമെന്ന്. കൊച്ചച്ഛനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വികാരിയച്ഛനായപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, കേരളം മൊത്തം പറ്റൂലെന്ന്. അപ്പം ഞാൻ ജില്ല കണക്കാക്കി. ആദ്യം ഈ മഞ്ഞപ്ര സൈഡിലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അങ്കമാലി മേഖല ഒന്ന് മാനസാന്തരപ്പെടുത്താൻ എന്നെ ഉപയോഗിക്കണമെന്ന്. അവിടുത്തെ പള്ളിയിലെ കഴിഞ്ഞ് പിന്നീട് പോയി കഴിഞ്ഞത് ചേർത്തല സൈഡിലേക്കാണ്. അപ്പം എനിക്ക് മനസ്സിലായി ജില്ലയും പറ്റുമെന്ന് തോന്നണില്ല, അതുകൊണ്ട് ബ്ലോക്ക് പിടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഈ ചേർത്തലയ്ക്ക് അടുത്തുള്ള ബ്ലോക്ക് നന്നാക്കാൻ നോക്കി. എൻ്റെ പ്രാർത്ഥന കേട്ടാ. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും വൈക്കം സൈഡിലേക്ക് വന്നു. അപ്പം ഞാൻ താലൂക്കിലേക്ക് പോന്നു. ഇപ്പം ഞാൻ എന്താ മനസ്സിലാക്കിയെന്നറിയാം, ബ്ലോക്കും ജില്ലയും കേരളവും ഒന്നുമല്ല നന്നാക്കണ്ടേ, ഞാനാണ് നന്നാകേണ്ടത്. നമ്മുടെ പ്രശ്നം എന്താണെന്നറിയാം, ലോകത്തിൻ്റെ ചുറ്റുപാടും വിരൽ ചൂണ്ടിക്കൊണ്ട് നെഗറ്റീവ് വാർത്തകൾ വരുന്നു എന്ന് വിലപിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയണോ, ബി പോസിറ്റീവ്. എന്നിലുള്ള നന്മകളെ ഞാൻ തിരിച്ചു പിടിക്ക്. അങ്ങനെയാണെങ്കിൽ ഞാൻ നന്നാവും. ആര് നന്നാവുന്നു? ഞാൻ നന്നാവും, എൻ്റെ ചുറ്റുവട്ടമുള്ളവർ നന്നാവും, കുടുംബം നന്നാവും, ഇടവക നന്നാവും, സൊസൈറ്റി നന്നാവും. നല്ല വാർത്തകൾ ചാനലുകളിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങും. നല്ല വാർത്തകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. കാലങ്ങൾക്കപ്പുറത്ത് എവിടെയോ ജീവിച്ച, ഏതോ ദേശത്ത് ജീവിച്ച ഒരു മനുഷ്യൻ കർത്താവിൻ്റെ പേരിൽ ത്യാഗങ്ങൾ അനുഭവിച്ചപ്പോൾ, ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ രക്തസാക്ഷിയായപ്പോൾ, ആ മനുഷ്യൻ കാതങ്ങൾ യാത്ര ചെയ്ത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഏതൊക്കെ പള്ളികളിൽ ആരൊക്കെ പേരിലാണ് ഈ പള്ളി അറിയപ്പെട്ടാലും വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാളുണ്ട്. ഈ സെബസ്ത്യാനോസ് ഉണ്ണികൾ നമ്മുടെ നാട്ടുകാരനല്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ ഒരു പള്ളി പോലും വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ ആഘോഷിക്കാതെ പോണില്ല. കാരണം ഒറ്റയുള്ളോ, അദ്ദേഹം ക്രിസ്തുവിന് വേണ്ടി, വിശ്വാസത്തിന് വേണ്ടി ജീവിതം വ്യയം ചെയ്തൊരു മനുഷ്യനാണ്. ആ കാലഘട്ടത്തിലെ ഏറ്റവും പ്രശസ്തനായത് ഡയക്ലീഷ്യൻ ചക്രവർത്തിയല്ലേ. പരിവാരങ്ങളും യുദ്ധങ്ങളും കോലാഹലങ്ങളും. പുള്ളിക്കാരൻ്റെ പ്രശസ്തി വലിയ പ്രശസ്തിയായിരുന്നു. ഇപ്പം ഭൂതക്കണ്ണാടി വെച്ച് ലൈബ്രറിയിൽ നോക്കിയ പോലെ അവിടെ ഇവിടെയൊക്കെ ഒരു പേരിനെ കിട്ടുള്ളൂ. ആരെ? ഡയക്ലീഷ്യന്. ലോക പരാജയമായ 31 വർഷം മാത്രം ജീവിച്ച, ജീവിതത്തിന്റെ വർഷങ്ങൾ കൊണ്ടല്ല കണക്ക് പറയേണ്ടത്, ജീവിച്ചു തീർക്കുന്ന നന്മകളെ കൊണ്ടും സത്യത്തെ കൊണ്ടുമാണ് കണക്ക് പറയിപ്പിക്കേണ്ടത് എന്ന് പഠിപ്പിച്ച ഒരു സാധാരണ ദൈവവിശ്വാസിയെ അൽമായനായ മനുഷ്യൻ, അദ്ദേഹം 31 വർഷം കൊണ്ട് ഈ ലോകത്തിന്റെ എല്ലാ ദേവാലയത്തിന്റെ അൾത്താരയുടെ താഴെയും വണക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, ഈശോയ്ക്ക് വേണ്ടി ജീവിച്ചു, ദൈവത്തെ സ്നേഹിച്ചു, ദൈവത്തിന് വേണ്ടി ഒരു കോംപ്രമൈസും മറ്റു കാര്യങ്ങൾ അദ്ദേഹം നടത്തിയിട്ടില്ല.